അപ്പോ ഹൈന്ദവ വിശ്വാസികൾക്കും ക്രൈസ്തവ വിശ്വാസികൾക്കും ഒരു വിഷമം തോന്നരുത്. പക്ഷെ പറയാതെ വയ്യ, ഞാൻ ഇന്നൊരു കഥയാണ് പറയാൻ പോകുന്നത്. അതായത് നമ്മളുടെ നബിയും ഭഗവാൻ കൃഷ്ണനും യേശു ക്രിസ്തുവും ചേർന്ന് ഗോലി കളിച്ചു. ആ ഗോലി കളിച്ചപ്പോൾ ഈ നബി എന്ന് പറയുന്ന വ്യക്തി ആ ഗോലികളിയിൽ ജയിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കളിച്ചിട്ടുള്ളവർക്കറിയാം, അതായത് തോറ്റവര് കൈ വെച്ചു കൊടുക്കണം. അപ്പോൾ മുട്ടിലടിക്കുക എന്ന് പറയും. അതായത് ജയിച്ച ആള് ആ ഗോലി വെച്ച് കൈമുട്ടുകളിൽ അടിക്കും. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ നമ്മളുടെ ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയുന്നത് നബി കൈ വെച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം മുണ്ട് പൊക്കി കാണിച്ചു. അതേസമയം നമ്മളുടെ യേശുക്രിസ്തു എന്ന് പറയുന്നത് ഓടി ഒളിച്ച് നേരെ ഒരു കെട്ടിടത്തിന്റെ മുകളിലേക്ക് കയറി. ആ മുകളിലേക്ക് കയറിയിട്ട് കൃഷ്ണൻ മുണ്ട് പൊക്കി കാണിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം അരുതേ മുണ്ടുപൊക്കല്ലേ എന്ന് ഇതുപോലെ രണ്ട് കൈയും ഉയർത്തി പറഞ്ഞു. ആ വിഗ്രഹമാണ്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ആ രൂപമാണ് ട്രിവാൻഡ്രത്ത് പാളയം പള്ളിയുടെ മുകളിലുള്ളത്. നമസ്കാരം. അപ്പോ ഞാൻ ഈ പറഞ്ഞ കഥ ഒരു പണിയുമില്ലാതെ നടക്കുന്ന ഒരു ജിഹാദി പറഞ്ഞ കഥയല്ല, അതുപോലെ തന്നെ മത തീവ്രവാദികൾ പറഞ്ഞ കഥയല്ല. പകരം നമ്മളുടെ മതേതര സർക്കാർ എന്നവകാശപ്പെടുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ വകുപ്പായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് എക്കണോമിക് ഡിപ്പാർട്ട്മെന്റിലെ ഡയറക്ടറേറ്റിൽ ജൂലൈ 4 നടത്തിയ വായനാ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ഒരു ചടങ്ങിൽ ഒരു വനിതാ ഉദ്യോഗസ്ഥ പറഞ്ഞ കഥയാണ്. ഈ കഥ നമ്മളുടെ ഇടതുപക്ഷ യൂണിയനുകളുടെ ഹിന്ദു നാമധാരികളായിട്ടുള്ള എല്ലാ ഉണ്ണാക്കന്മാരും കേട്ടിരുന്നു. എതിർപ്പുണ്ടായവര് അന്ന് തന്നെ ഡയറക്ടറെ നേരിട്ട് കണ്ട് വാക്കാൽ പരാതി നൽകി നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടു. ആ നടപടി എടുക്കാത്തതിന്റെ പേരിൽ അവര് നേരെ കേരള NGO സംഘ് എന്ന് പറയുന്ന സംഘടനയിലേക്ക് പരാതി കൊടുത്തു. നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കേരള NGO സംഘ് എന്ന് പറയുന്നത് ഈ ചീഫ് സെക്രട്ടറിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി നൽകി. ഇങ്ങനെ ഒരു വാർത്ത ജനം TV ഇന്നലെ പ്രസിദ്ധീകരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത്. അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ നമുക്കറിയാം ഒരു പച്ചവെളിച്ചം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ വാട്സപ്പ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു IAS ഉദ്യോഗസ്ഥൻ വരെ സസ്പെൻഡ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ എറണാകുളത്ത് കൃഷി വകുപ്പില് ഡെപ്യൂട്ടി ഡയറക്ടർ ഹലാൽ ചിക്കൻ സപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞ് ടെൻഡർ വിളിച്ച ഒരു വിവാദം നടന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും അവഹേളിക്കുന്നതിന് വേണ്ടി മാത്രം മുഖ്യമന്ത്രിയുടെ നേരിട്ട് കീഴിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് എക്കണോമിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടറേറ്റിൽ തന്നെ പ്രത്യേകം ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതുപോലെയുള്ള മതനിന്ദകൾ നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിപ്പോ ഒരു പൊതു ചടങ്ങിലും ഇതുപോലെയുള്ള ഒരു മതനിന്ദ നടത്തിയിരിക്കുന്നു. അതും ഒരു വനിതാ ഉദ്യോഗസ്ഥയാണ് നടത്തിയിരിക്കുന്നത്. ഷംജു VK എന്നാണ് അവരുടെ പേര് എന്നാണ് ജനം TV റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല, ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് എക്കണോമിക് ഡിപ്പാർട്ട്മെന്റിന് ഒരു ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ കഴിഞ്ഞ വിനായക ചതുർത്ഥിക്ക് വരെ ഒരു ആശംസ അറിയിച്ചപ്പോൾ അതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഓണം, വിഷു, ക്രിസ്മസ്, ഈസ്റ്റർ അങ്ങനെയുള്ള മറ്റ് മതസ്ഥരുടെ യാതൊരു ആഘോഷങ്ങൾക്കും അല്ലെങ്കിൽ ഉത്സവങ്ങൾക്കും അല്ലെങ്കിൽ അതുപോലെയുള്ള ചടങ്ങുകൾക്കും ആശംസകൾ അറിയിക്കാൻ പാടില്ല എന്നുള്ള ഒരു വിലക്ക് തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥര് സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോ എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് ഒരു വ്യാജ വാർത്തയാണെങ്കിൽ ജനം TVക്കെതിരെ മുഖ്യമന്ത്രി നടപടിയെടുക്കണം. അതല്ല, ഇത് യഥാർത്ഥത്തിലുള്ളതാണ്, അവർ കാണിച്ചിരിക്കുന്ന കേരള NGO സംഘിന്റെ പരാതിയുടെ ഒരു കോപ്പി എന്ന് പറയുന്നത് വ്യാജമാണ് എന്നുണ്ടെങ്കിൽ ജനം TVക്കെതിരെ നടപടിയെടുക്കണം. അതല്ല, ഇത് സത്യമാണെങ്കിൽ ഈ ഒരു ഉദ്യോഗസ്ഥക്കെതിരെ, അതുപോലെ തന്നെ ഇതുപോലെ പച്ചവെളിച്ചത്തിന്റെ തുടർച്ച, അതായത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറയുന്ന രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് ഒരു സൈബർ വിഭാഗത്തിന്റെ അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ? ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ ചോദിക്കാനുള്ളത്.